വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സോഴ്സ്. ഇന്നും നമ്മൾ അഗ്ലോണിമയുടെ തന്നെ വേറൊരു വെറൈറ്റിയുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ചെടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടി. ഇതിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ നമ്മൾ സാധാരണ കട്ട് ചെയ്ത് കളയാറാണ് പതിവ്. കേടുവന്ന ഇലകളും പൂക്കളുമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് വളം ചെയ്ത് കഴിഞ്ഞാൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ അഗ്ലോണിമ ചെടികളെയൊക്കെ കുറച്ചൊരു പ്രത്യേകത ഉണ്ട്. ഡോൺ കാരമൈൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല തിക്നെസ്സാണ്. പൂക്കൾ നമ്മുടെ സാധാരണ ആന്തൂറിയം പൂക്കളെ പോലെ തന്നെയാണ്, പക്ഷെ അത്ര മനോഹരമല്ല എന്ന് മാത്രം. അതിൽ പൂമ്പൊടിയുണ്ട്, തിരിയും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷേ പുറമേയുള്ള ആ കവറിന് ആന്തൂറിയം പൂവിൻ്റെ അത്ര ഭംഗിയില്ല. ഇതിൻ്റെ പ്രൊപ്പഗേഷനും നമുക്ക് ഇലകൾ വെച്ച് ചെയ്യാം, തൈകൾ വെച്ച് ചെയ്യാം, തണ്ട് മുറിച്ച് വെച്ചും ചെയ്യാം. ഇതിൻ്റെ ഇലകൾ സാധാരണ നമ്മൾ ബിഗോണിയ പ്ലാന്റിൻ്റെയൊക്കെ ചെയ്ത പോലെ ഇലകൾ വെച്ചും പ്രൊപ്പഗേഷൻ നടത്താമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വളർന്നു കിട്ടുന്നത് തണ്ട് മുറിച്ച് വെക്കുന്നതും അതുപോലെ തൈകൾ പിഴുതു വെക്കുന്നതുമാണ്. പിന്നെ യഥേഷ്ടം തൈകളും തണ്ടും ഒക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഇലകൾ വെച്ച് അത്രയും സമയം, ഇലകൾ വെച്ചിട്ട് പ്രൊപ്പഗേഷൻ നടത്തുമ്പോൾ ഓൾമോസ്റ്റ് 1 മാസത്തോളം നമുക്ക് സമയം വേണം. അപ്പോൾ ഇത് ആ സമയമാകുമ്പോഴേക്കും വളരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആരും ഇലകൾ വെച്ച് പ്രൊപ്പഗേഷൻ ചെയ്യാറില്ല. അപ്പം നമ്മളിന്ന് തണ്ട് വെച്ചിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെടിയുടെ അടിഭാഗത്തു നിന്ന് മുറിച്ച് ആ തണ്ടും അതുപോലെ മുകൾ ഭാഗവും നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ സാധാരണ നമ്മളൊരു ചെടിയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് അതുമാത്രം വെച്ചിട്ടാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. പക്ഷേ ആ തണ്ടിൻ്റെ അടിഭാഗവും നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഒരു തണ്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം വെക്കുന്നുണ്ട്, അത് മുറിച്ചെടുത്ത മുകൾ ഭാഗവും വെക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോകളിൽ ഇതെങ്ങനെ വളരുന്നു എന്നും കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മനോഹരമായിട്ടുള്ള അഗ്ലോണിമ ചെടി, അതിൽ സ്പെഷ്യലായിട്ടുള്ള ഡോണ കാരമൈൻ. ഓക്കെ, ബായ്.